ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ലിറ്റിൽ സ്റ്റാർസ്. ഞങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ്. എല്ലാവർക്കും കാണാൻ ഇഷ്ടമുള്ള സ്ഥലത്തോട്ടാണ് ഞങ്ങൾ പോകുന്നത്. വരിക്കാശ്ശേരി മനയിലേക്കാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള മനുഷ്യരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ വരിക്കാശ്ശേരി മനയുള്ളത്. അപ്പോൾ ഞങ്ങൾ നടന്നാണ് കേട്ടോ പോകുന്നത്. ഞങ്ങൾ മുന്നേ പോയിട്ടുണ്ട്. ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് പേരൊക്കെ ആയിട്ട് അങ്ങനെ പോവാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് മനയിലോട്ട് പോവാം. അപ്പം ഞങ്ങൾ പോണ വഴിയിലുള്ള കുറച്ച് സ്ഥലങ്ങളാണ് നല്ല രസമായിട്ട് തോന്നിയപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 10-45 മിനിറ്റേ ഉള്ളൂ നമ്മുടെ മനയിലേക്ക് എത്താൻ. ഞങ്ങൾ മനയിലെത്തി. മനയിലേക്ക് കയറണമെങ്കിൽ ടിക്കറ്റ് വേണം. പക്ഷെ ഞങ്ങളുടെ വീട് അടുത്തായതുകൊണ്ട് ഞങ്ങൾക്ക് ടിക്കറ്റ് വേണ്ട. പിന്നെ ഇവിടെ ദേവാസുരം, പിന്നെ നമ്മുടെ ആറാം തമ്പുരാൻ, അങ്ങനെ കുറേ സിനിമകൾ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. ദേവാസുരത്തിലാണ് മെയിനായിട്ട് ഈ സ്ഥലങ്ങൾ ഫുള്ള് കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ കയറി ചെല്ലുമ്പോൾ ഫസ്റ്റ് കാണുന്ന സ്ഥലമാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. പിന്നെ ഇത് നമ്മുടെ മനയുടെ ഫ്രണ്ട് ഭാഗത്തു നിന്ന് കാണുന്ന വ്യൂ ആണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഉള്ളിലേക്ക് കയറുകയാണ്. ഉള്ളിലേക്ക് കയറുമ്പോൾ ചെരുപ്പ് ഊരണം കേട്ടോ. അങ്ങനെ ഉള്ളിലേക്ക് കയറുമ്പം നമ്മൾ ഫസ്റ്റ് കാണുന്നത് അവിടുത്തെ നടുമുറ്റാണ് കേട്ടോ. നടുമുറ്റാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങളവിടെ കുറച്ച് നേരം ഇരുന്ന് കളിക്കുകയും ഫോട്ടോ എടുക്കുകയും അതൊക്കെ എൻജോയ് ചെയ്യുകയൊക്കെ ചെയ്തു കേട്ടോ. ഞങ്ങളവിടെ നിന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് അടുക്കളയിലോട്ടാണ് കേട്ടോ. അടുക്കള അത്യാവശ്യം വലിയൊരു അടുക്കള തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അവിടെ അടുക്കളയില്ലേ, അടുക്കളയുടെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു കോണി കണ്ടോ. ആ കോണി എന്തിനുള്ളതെന്നൊന്നും അറിയില്ല. ചിലപ്പോൾ വിറകൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കയറാനുള്ള അങ്ങനത്തെ എന്തെങ്കിലും സെറ്റപ്പൊക്കെ ആവും. പിന്നെ അവിടെ അടുക്കള കിണറുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു ആട്ടുകല്ലുണ്ടായി. ഞാനത് ആട്ടാൻ നോക്കി, പക്ഷെ വെയിറ്റ് ഉള്ളതുകൊണ്ട് എനിക്കത് ആട്ടാൻ പറ്റിയില്ല. അപ്പം ഞാൻ പിന്നെ അത് ആട്ടണ്ട വിചാരിച്ചിട്ട് അവിടെ വെച്ചു. പിന്നെ നമ്മൾ അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന തൊട്ടടുത്തൊരു പാടമുണ്ട് കേട്ടോ. പിന്നെ ഈ ഷെഡിൽ ആനയൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇപ്പം ഞങ്ങൾ പോയപ്പോൾ ആനയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ ഇവിടെയുള്ള ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിലോട്ട് പോയി കേട്ടോ. ഇവിടെയും കുറേ സിനിമയിലെ സീനുകളൊക്കെ എടുത്തിട്ടുള്ള അമ്പലമാണ്. ആ അമ്പലത്തിനോട് തൊട്ട് നേരെ തന്നെ ഒരു കുഞ്ഞി അമ്പലം കൂടെ ഉണ്ട് കേട്ടോ. അപ്പം ഈ അമ്പലമൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ ഒരു കുളം കാണാനായിട്ടാണ് പോകുന്നത്. പിന്നെ നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ കുളത്തിൻ്റെ അടുത്തോട്ട് പോലൊക്കെ നിർത്തലാക്കിയിട്ടുണ്ട്. അങ്ങോട്ടൊന്നും കയറ്റി വിടത്തില്ല. അപ്പോൾ നമ്മൾ ദൂരെ നിന്നിട്ട് കുളമൊക്കെ കണ്ടു. നല്ല വലിയ കുളം തന്നെ ആയിരുന്നു കേട്ടോ. കുളത്തിൽ മീനൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദൂരെ നിന്നിട്ട് കുളമൊക്കെ കണ്ടു. നല്ല അടിപൊളി കുളമായിരുന്നു. കയറാനും കൂടെ പറ്റിയിരുന്നെങ്കിൽ നല്ല രസമാകുമായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ അടുത്ത സ്ഥലത്തിലോട്ട് പോയി. സ്ഥലം ഇതാണ് പത്തായപ്പുര. അപ്പം പത്തായപ്പുരയുടെ എൻട്രൻസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതും നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. പിന്നെ ഞങ്ങൾ മന എന്തായിട്ടും വന്ന് കാണാൻ. നമ്മൾ പോയപ്പോൾ ഇവിടെ മുണ്ടുകളും സാരികളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പത്തായപ്പുരയുടെ മേലോട്ട് കയറി കേട്ടോ. ഇനി മേലത്തെ വ്യൂ ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഇവിടെ ഇല്ലേ ഒരു സിനിമ സീൻ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയി. അവിടുന്ന് ഇപ്പോൾ ഇവിടുന്ന് മന കാണാൻ നല്ല ഭംഗിയാണ്. മന കാണാം, പിന്നെ അവിടുത്തെ ചുറ്റുപാട് ഫുള്ള് കാണാം. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് അവിടുന്ന് കാണുന്ന കുറച്ച് റൂമുകളാണിത്. മറ്റേ നമ്മുടെ വട്ടത്തിലുള്ള
ബാൽക്കോണിയാണ് ഈ കാണുന്നത്. ഇതിലൂടെ സുത്തേട്ടൻ ഇറങ്ങിപ്പോകുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. താഴെ നിന്ന് ഞാൻ ഇവരെന്തിയെ വെച്ചിട്ട് എത്തി നോക്കുമായിരുന്നു. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു വന്നപ്പോഴേക്കും ആകെ ക്ഷീണിച്ചു. അങ്ങനെ ഒരു ഐസ്ക്രീം മേടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വഴിക്കൂടെ പോകുമ്പോൾ ഞങ്ങൾ ഐസ്ക്രീമും തിന്നും. നല്ല ഐസ്ക്രീമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.